എന്നുള്ളതാണ്. നമുക്ക് രക്ഷ എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ പാപം എന്താണെന്നും എങ്ങനെയാണ് പാപം ലോകത്തിൽ കടന്നു വന്നതെന്നും നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് ഹിതമല്ലാത്തതെല്ലാം പാപമാണ്. ആദ്യ മനുഷ്യരായ ആദാമും ഹവ്വയും പാപം ചെയ്തതുമൂലം ലോകത്തിലെ സകല മനുഷ്യരും പാപികളായി. അങ്ങനെയാണ് ലോകത്തിലെ മനുഷ്യരെല്ലാം പാപികളായി. എന്താണ് രക്ഷ? പാപത്തിന്റെ ശിക്ഷ മരണമാണ്. പാപത്തിന്റെ ശിക്ഷ മരണമാണ്. പാപത്തിന്റെ ശിക്ഷ മരണത്തിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. ദൈവം പാപമോക്ഷത്തിന് വേണ്ടി മോചനത്തിന് വേണ്ടി ദൈവം വെച്ച വ്യവസ്ഥയാണ് രക്ഷ. നമുക്ക് ഒരു വാക്യം വായിക്കാം. റോമർ 10:9. യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് യേശു പറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നമുക്ക് യോഹന്നാൻ 1:12 കൂടെ വായിക്കാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ രണ്ട് വാക്യത്തിലും നാം എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന വിധം വളരെ വ്യക്തമായി കാണാം. നാം ഒരു പാപിയാണെന്ന് വിശ്വസിക്കണം. നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് കർത്താവായ യേശു കൽവരി ക്രൂശിൽ മരിച്ചത് എന്ന് നാം വിശ്വസിക്കണം. നമ്മുടെ പാപങ്ങൾ വായിക്കൊണ്ട് വെച്ചുകളയണം. വിശ്വസിച്ച് പാപക്ഷമ ലഭിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടും. നമുക്ക് പാപക്ഷമ ലഭിക്കും. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്യേണ്ട 6 കാര്യങ്ങളുണ്ട്. നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2:41-42 വായിക്കാം. അവരുടെ വാക്ക് കൈക്കൊണ്ട് അവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം മുറിക്കുകയും പ്രാർത്ഥന കഴിച്ചു പോയി. ഒന്നാമതായി നാം രക്ഷപ്പെട്ട ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം സ്നാനപ്പെടണം എന്നുള്ളതാണ്. രക്ഷപ്പെട്ട വ്യക്തികളെല്ലാവരും സ്നാനപ്പെടണം. 3 വേർപെടണം. 4 വചനം കേൾക്കണം. 5 കൂട്ടായ്മ ആചരിക്കണം. 6 അപ്പം നോക്കണം. 7 പ്രാർത്ഥിക്കണം. ഈ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും ഇടയാകട്ടെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലായെങ്കിൽ എൻ്റെ വചനം മുഖാന്തരം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ദൈവം നമുക്ക് വാഴ്ത്തട്ടെ.